ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബൈ രേവതി. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കറി വീഡിയോ ആയാലോ? എന്ത് പറയുന്നു, ഓരോ ദിവസം ഓരോ വെറൈറ്റികളായിട്ട് മുന്നിൽ വരണമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ വീഡിയോസൊക്കെ കാണാനാണെങ്കിലും. സോ നൈറ ബേബ് ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഇന്നിവിടെ അനിയത്തിയുടെ അടുത്ത് കഴക്കൂട്ടം തന്നെയാണ് കേട്ടോ. ഒന്ന് പുറത്തൊന്നും പോയില്ല, ഫാസ്റ്റിംഗ് ആയിരുന്നു, റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഫാസ്റ്റിങ് തുറക്കാനും ഇവിടെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെള്ളം കുടിച്ചു. എൻ്റെ നേരെ താഴെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ചിക്കനൊക്കെ വാങ്ങി, കുറച്ച് വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവാള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിക്കാണ്. സോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിലവിൽ വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ചെറിയ കുക്കിംഗ് പരിപാടികളാണ്. വലിയ കുക്കറൊന്നുമല്ല. ഞാൻ പണ്ട് നല്ലപോലെയൊക്കെ കുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് അടുക്കളയും ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനും അടുക്കളയും ബദ്ധശത്രുക്കളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിപ്പം കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിച്ചാത്തി പിടിക്കാൻ ഭയങ്കര പേടിയാണ്. നോക്കണം, കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പണ്ടൊക്കെയാണ് കയ്യിലെടുത്തിട്ട് ചെറുപറ കുനുകുനെ അരിയുമായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റത്തില്ല. എനിവേ നമുക്ക് തുടങ്ങാം. റെസിപ്പീസ് ഒന്നും ഞാൻ പറഞ്ഞു തരത്തില്ല, കാരണം എല്ലാം എൻ്റെ ഉടായ്പ പരിപാടികളാണ്. എനിവേ നമുക്ക് തുടർന്നുള്ള പരിപാടികളിലേക്ക് കിടക്കാൻ പറ്റും. കുഞ്ഞു വട്ടത്തിൽ വേണം അരിഞ്ഞു കൊടുക്കാൻ കേട്ടോ. വട്ടത്തിലോ നീളത്തിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അരിയാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ പിഞ്ച് വെണ്ടയ്ക്ക നോക്കിയാണ് എടുത്തേക്കുന്നത്. നീരാമോളാണ് എനിക്ക് കൂട്ടിരിക്കുന്നത്, കാരണം അവിടെ വേറെ ആരുമില്ല. നീരാമോൾ ഇങ്ങനെ ക്ഷീണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുവാണ്. വെണ്ടയ്ക്ക കുറച്ച് കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട്, കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്കിനും കുറച്ചേ കാണത്തുള്ളൂ, വാടിപ്പോകും. പിന്നെ സവാളയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവർ 2 വെണ്ടയ്ക്കയും കൂടെ കഴിഞ്ഞ് എടുക്കത്തുള്ളൂ. മതി, ഇത്രയും മതിയാവും ഞങ്ങൾക്കൊരു 3 പേർക്ക്. 2 പേര് ജോലിക്ക് പോയിക്കുവാണേ. സവാള ചെറുതായിട്ട് നൈസായിട്ട് വേണം അരിയാൻ കേട്ടോ, എങ്കിലേ പെട്ടെന്ന് വഴണ്ട് കിട്ടത്തുള്ളൂ. എങ്കിലേ അത് വെണ്ടയ്ക്കയുടെ കൂടെ കിടക്കുമ്പോൾ ഒരു രുചിയൊക്കെ കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഇതായിട്ട് കിടക്കും, വലിയ കഷ്ണമായിട്ട് കിടക്കും. തിന്നായിട്ടാണെങ്കിൽ നന്നായിട്ട് അതങ്ങ് മറ്റേ വഴണ്ടങ്ങ് ചെയ്യരും. എനിക്ക് വിരലുറയും കൂടി ഇല്ലാത്തതുകൊണ്ട് നല്ല പേടിയുണ്ട് കേട്ടോ. പിച്ചാത്തി അരിയാൻ കൈകളും മുറിഞ്ഞാൽ വിരൽ മുറിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നാമതേ കണ്ടക ശനി ഇല്ലാത്ത വലിയൊക്കെ വലിഞ്ഞു പിടിച്ചാണ് എൻ്റെ തലയിൽ വന്ന് കയറുന്നത്. ഏണി വെച്ച് ഓട്ടോറിക്ഷ പിടിച്ച് ഒരു ജീപ്പ് പിടിച്ചൊക്കെ വന്നാണ് എൻ്റെ നെഞ്ചത്തോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ അഭ്യാസ പ്രകടനം കാണിച്ച് തരുന്നോണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. ഇനി ഇതിന് പ്രതിഷേധങ്ങളായിട്ടൊന്നും വരരുത്. അടുക്കളയിൽ കയറണം വല്ലപ്പോഴും എന്നൊന്നും പറഞ്ഞോളൂ. ഞാൻ അടുക്കളയിൽ കയറിയിട്ട് വർഷങ്ങളായി. പിന്നെ അണ്ണാൻ മൂത്താലും മരം കയറ്റം മാർക്കത്തില്ല എന്ന് പണ്ടാരണ്ട് പറഞ്ഞ പോലെ പണ്ടൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ കുറേ മെമ്മറീസ് ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ പൊഴുതട്ടി എടുത്താൽ ഓർമ്മ വരും, ഇല്ലെങ്കിൽ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ശരിയെന്നാൽ ഞാൻ സവാള അരിയട്ടെ. വീഡിയോയിൽ സവാള അരിയൊക്കെ ശരിയാകത്തില്ല. പിന്നെ സവാള അരിഞ്ഞ് പിന്നെ 2-3 പച്ചമുളക് വേണം. പച്ചമുളക് ഇങ്ങനെ ചരിച്ചാണ് കേട്ടോ അരിയുന്നത്. പേടിയാ. സവാള അരിഞ്ഞിട്ട് കണ്ണ് നേറുന്നുണ്ട് എൻ്റെ പൊന്നോ. എനിക്ക് 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഓക്കെ ബൈ. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, അതിനുശേഷം കടുക് പൊട്ടിക്കണം. സവാള ഇട്ട് കൊടുക്കുക. കുഞ്ഞായിരിക്കും വെച്ച് സവാള ഇളക്കി കൊടുക്കണം. ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ പാചക പരീക്ഷണം ഫ്ലോപ്പ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഇൻഡക്ഷൻ സ്റ്റൗവും ആ പാനും ഒക്കെ എനിക്ക് പണി തന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിരുന്നു ഫസ്റ്റ് ട്രൈ ചെയ്തത്. അപ്പം ഈ
സവാള ഇട്ടിട്ട് അതൊന്നും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്കങ്ങനെ ദേഷ്യം വന്നിട്ട് ഞാൻ ആ യജ്ഞം അങ്ങ് ഉപേക്ഷിച്ചിട്ട് സാധനങ്ങളെല്ലാം പറക്കി അടക്കി അങ്ങ് വെച്ചു. പിന്നെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക എന്ത് ചെയ്യുമെന്നുള്ള ഇതിൽ ഞാൻ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്താൽ വെണ്ടയ്ക്കയും കൂടെ എടുത്ത് സവാളയുടെ കൂടെ എടുത്തിട്ടിട്ട് അടച്ചങ്ങ് വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിനും വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കിനും ഫോൺ വേണമെന്ന്, ഫോണിന് ചാർജ് ചെയ്തെന്ന് ഫോൺ ഓഫായി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനെ കൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഒരുവിധം ഒപ്പിച്ചു പറക്കി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി സെറ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ത്വരയായി. കാരണം ഒരാൾ എനിക്ക് ചലഞ്ച് തന്നതായിരുന്നു, പിന്നെ കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം. ഇപ്പോൾ ഒരാളുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്താണ് ഞാൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റിംഗ് എടുക്കാത്ത ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നു. ഇപ്പോൾ കുക്കിംഗ് കുറേ നാളായിട്ട് ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ വീണ്ടും ചെയ്യുവാണ്. അപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് എനിക്കും എൻ്റെ അനിയത്തിക്കും എവർ ഫേവറേറ്റ് എൻ്റെ മമ്മിയുടെ ഒരു ഡിഷ് ഒരെണ്ണമുണ്ട്. അങ്ങനെ അതും 2 പച്ചമുളകും തക്കാളി എടുത്തിട്ട് സിമ്പിൾ ഡിഷാണ്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതും ചെയ്ത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് രണ്ടും എന്തായിരുന്നാലും സക്സസ് ആയി. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചിക്കൻ കറി ട്രൈ ചെയ്തുകൂടാ എന്നുള്ളത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് 1/2 കിലോ ചിക്കനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്നൊരു 4-5 പീസ് മാത്രം എടുത്തു. കാരണം ട്രയലാണല്ലോ, പാളിപ്പോയാൽ പണി കിട്ടും. അതുകൊണ്ട് 4-5 പീസ് ചിക്കൻ മാത്രം എടുത്ത് അത് കഴുകി. പിന്നെ നമ്മുടെ ഷമ്മീസ് കിച്ചൺ ചാനലുണ്ടായിരുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. പുള്ളിക്കാരത്തിൻ്റെ വീഡിയോസ് നോക്കിയാണ് ഞാൻ മുമ്പും പല റെസിപ്പീസും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളിക്കാരുടെ വീഡിയോ ഒരെണ്ണം എടുത്ത് വെച്ചു. അതിനകത്ത് പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ഞാൻ ചിക്കനിന് മറ്റേ എയർ ഉള്ളിലേക്ക് പിടിച്ച് കൈകളോ അപ്പുറത്തേക്കൊക്കെ നീട്ടി തലയൊക്കെ കറക്കി മാരിനേഷനൊക്കെ ചെയ്ത് ഞാൻ വച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഒറ്റ ഇതല്ലേ ഉള്ളൂ. അപ്പം എല്ലാം മാറി മാറി ചെയ്യണമെന്നല്ലോ. എല്ലാത്തിനും ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ കൈ ഇങ്ങനെ ഓടിയെത്തണമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്ത് ചെയ്യാനാണ്. അങ്ങനെ തന്നെ അതൊക്കെ അരിഞ്ഞു ഉറക്കിയൊക്കെ വെച്ചു. പിന്നെ ആ വീഡിയോ തന്നെ നോക്കി പുള്ളിക്കാരി പറയുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാമൊക്കെ ചെയ്തു. കറി ഇപ്പോൾ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോൺഫിഡൻസിലാണ് വന്ന് നീ ചിലച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഫോണിനും ചാർജായി. പിന്നെ ഇനി ചപ്പാത്തിയും കൂടെ ചുട്ടണം. ആ ഒരു കടമ്പയും കൂടെ കടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ നൈറ്റ് ഡിന്നർ സക്സസ്. കുക്ക്ഡ് ബൈ മീ. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പോൾ ഇനി കുക്ക് ചെയ്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ. ഫസ്റ്റ് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ച് എൻ്റെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അതീവ ഗംഭീരമായിട്ട് സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ഡിഷ്, ഞങ്ങളുടെ ചില്ലി ടൊമാറ്റോ സാധനം, ആ ഒരു ചില്ലി ടൊമാറ്റോ ഫ്രൈ, അതും ഞാൻ എപ്പോഴും വേണം എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പ് ആവും. ഇന്ന് വെറുതെ ആവൂന്നും പറഞ്ഞ് ആർക്കാനോ വേണ്ടി ഓക്കാനിച്ചതാണ്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഈ 2 സെക്ഷനും കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കിടക്കുന്നത് ചിക്കൻ കറിയുടെ അടുത്തേക്കാണ്. ദൈസ് അതൊക്കെ തിളയ്ക്കുകയാണ് എൻ്റെ ചിക്കൻ കുട്ടൻ്റെ തിളയ്ക്കുന്നു. ആവി, സോറി ഗൈസ്, നീരാവി അടിച്ചു. അപ്പം അതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഓ നോ. ഓക്കെ. അപ്പം ചിക്കൻ തിളയ്ക്കുന്നുണ്ട് അവിടെ. ഇനി ഇവിടേക്കൊന്ന് ചെറുതായിട്ട് വൃത്തിയാക്കണം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തവയൊക്കെ കഴുകിയെടുത്ത് വെച്ചേക്കുകയാണ്. നെയ്യൊക്കെ പരട്ടിയാണ് ഉണ്ടാക്കാനുള്ള എൻ്റെ പ്ലാൻ. അതിന് ആ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മറ്റേ ഇവിടെ പരത്താനുള്ള സെറ്റപ്പൊന്നും ഇല്ല. അനിയത്തി പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം സാധനങ്ങളുടെ കുറവ് കാരണം മറ്റേ എന്താണ് ഹാഫ് ബോയിൽഡ് ചപ്പാത്തി എന്താ അതിന് പറയുന്നേ? അത് തന്നെ ആ സാധനം വാങ്ങിച്ചോണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് വാങ്ങിച്ചോണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ കറി ഇറക്കിയിട്ട് വേണം അതിനെ എടുത്ത് വെക്കാൻ. ഓക്കെ, തടാ ബൈ സയോ. എന്താണെന്നൊന്നും അറിയത്തില്ല. ഏറെക്കുറെ വറ്റി ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തോ എന്ന് എനിക്കറിയാൻ വയ്യ. നോക്കണം ചിക്കൻ വെന്തോന്ന്. വെന്തു എന്ന് തോന്നുന്നു അല്ലേ? വെന്തു. അപ്പോൾ ഇനി ഇറക്കി വയ്ക്കാം, കാരണം ചപ്പാത്തിക്ക് ഗ്രേവി വേണമല്ലോ. ഓക്കെ, ജസ്റ്റ് നോക്കട്ടെ. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിച്ചു. സമയം ഇപ്പോൾ 11 മണിയെങ്ങാണ്ടും ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ വെച്ച് ഉണ്ടാക്കി അതിങ്ങനെ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഗൈസ്. അതൊരു വേറെ ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോഴേ ആ ട്രൈയുടെ വില മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടൊക്കെ തോന്നും. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടല്ലോ. എഫേർട്ട് പേസ് ഓഫ്. കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളടുത്ത് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചൂടാം. ഓക്കെ, ചപ്പാത്തി ചൂടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വയ്യ. എങ്ങനെ നോക്കട്ടെ, പറ്റിയ ഒരെണ്ണം എടുക്കാം. കാരണം മടിയാന്നേ, ഞാൻ മാത്രമേ ഉള്ളേ. സഹായത്തിന് ആരും ഇല്ലേ വീഡിയോ എടുക്കാൻ. സ്റ്റാൻഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ വയ്യ, മടി ലേസിനെസ്.
ഒരു ചപ്പാത്തി ചുട്ടിരിക്കുകയാണ്, അടുത്ത ചപ്പാത്തി ചൂടാനായിട്ട് അടുപ്പിലിട്ടിരിക്കുകയാണ്. ഞാൻ കാര്യങ്ങളൊക്കെ ചടപടേന്നാവട്ടെ, കാരണം ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നലെയും ഒന്നും കഴിച്ചില്ല. ഇന്നെങ്കിലും എന്തെങ്കിലും കഴിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പണി വാ അങ്ങോട്ട് എൻ്റെ കുസുമം, എൻ്റെ കുമാരേട്ടാ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ എനിക്ക് കമ്പനിയിൽ ആരും ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അനിയത്തി ജോലിക്ക് പോയിരിക്കുകയാണ്. പുള്ളിക്കാരി വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ വന്നാലും അവളൊക്കെയുള്ള ഫുഡും കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. വലിയ സ്വരത്തിലൊന്നും അല്ലേ ഏത്. ഞാൻ നോക്കട്ടെ, വന്നിട്ട് കൊടുത്തു നോക്കാം. കഴിക്കുമായിരിക്കും. കഷ്ടപ്പെട്ട് കൊത്തി നിന്ന് വിയർത്ത് വിതച്ച് നിന്ന് ഉണ്ടാക്കിയതാ. ഈ ചൂടിനകത്ത് പൂച്ചപ്പൂടെ ഇടയിലൊക്കെ നിന്ന് ഉണ്ടാക്കിയ ഫുഡാണ്. എനിവേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, കാരണം കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഫുൾ കുക്കിംഗ്. മറ്റൊരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് അടുക്കളയ്ക്ക് 2 തോണ്ടലും പറക്കലും അരിഞ്ഞു കൊടുക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്യലൊക്കെ ഉള്ളൂ. ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് 2 വട്ടം മാഗി ഉണ്ടാക്കി, ചീസൊക്കെ ഇട്ട് മാഗി ഉണ്ടാക്കിയതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ കഠിന പ്രയത്നങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ബാക്കി ചപ്പാത്തി ചുട്ടിട്ട് വരാമേ. വെയിറ്റ് ചെയ്യണം കേട്ടോ, ആരും കളഞ്ഞിട്ട് പോകരുത്, നിരാശരാകരുത്. തുടർന്നുള്ള വീഡിയോ തുടർന്ന് കാണുക. ഗൈസ്, എൻ്റെ ഫുഡിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അനിയത്തി വരണം ഇതൊക്കെ ഒന്ന് കഴിക്കാനും ടേസ്റ്റ് ചെയ്ത് അവളോടൊന്ന് അഭിപ്രായം ചോദിക്കാനും വേണ്ടിയിട്ട്. സോ ഇതിനകത്ത് ചപ്പാത്തി അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ കുറവ് കാരണമാണ് ഗൈസ് ഇതിൽ തന്നെ ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നത്. സോ ചപ്പാത്തി, ചിക്കൻ കറി, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും, താഴെ ഇത് എന്താണ് എൻ്റെ ഗ്രീൻ ചില്ലി വിത്ത് ടൊമാറ്റോ ഫ്രൈ. ഓക്കെ, സോ ഇതാണ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. ഇതെല്ലാം പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയത് വീഡിയോ. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഫ്ലോപ്പായി പോയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച മിക്കവാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഫ്രൈ ആവത്തില്ല. ഞാനിങ്ങനെ തുടങ്ങിയത് ഗൈസ് ഫ്ലോപ്പായി, ഇതൊരു ഫ്ലോപ്പ് ഫുഡ് വ്ലോഗ് ആണെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണെന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തേണ്ടി വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ദൈവമുണ്ട്, സൈക്കിൾ അഗർബത്തി ഇല്ലായിരുന്നെങ്കിൽ ഇതിന്ന് ശരിയാവത്തില്ലായിരുന്നു. എനിവേ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. വിയർത്ത് നാശമായി ഗൈസ്. ഞാൻ കുളിച്ചിട്ടൊക്കെ നിന്ന ഞാനാണ് ഇപ്പം എന്തേ ഒരുമാതിരി വെള്ളത്തിൽ വീണ കൊക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വേറെ എന്താണ്ടോ പോലെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ രാത്രിയായി, കിടക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ദേഹം കഴുകിയിട്ട് കിടക്കണം, ഇല്ലെങ്കിൽ ഒട്ടും ഫുള്ള് ഭയങ്കരമായിട്ട് സ്വെറ്റായി. ഇവിടെ ഫാനുണ്ട്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം പൂച്ചപ്പൂട പറക്കും. അല്ലെങ്കിൽ ഇവിടെ എവിടെ തിരിഞ്ഞാലും പൂച്ചപ്പൂടെ. 2 പെർഷ്യൻ ക്യാറ്റുണ്ട്, അപ്പോൾ അതിൻ്റെ രോമം ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു അഡ്വഞ്ചർ എടുക്കാൻ ഞാൻ റെഡിയല്ലായിരുന്നു. നമ്മൾ വിയർത്ത് ഇവിടെ നിന്ന് മറ്റേ ഡപ്പേര അടപ്പൊക്കെ എടുത്ത് വീശി നിന്നാണ് കുക്ക് ചെയ്തത്. എനിവേ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ പുള്ളിക്കാരി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിച്ചിട്ട് അവളുടെ റിയാക്ഷൻ വീഡിയോ എന്തെങ്കിലും എടുക്കാൻ പറ്റിയാൽ എടുക്കാം. കാരണം സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. പൈസ അങ്ങനെ കാത്തിരുന്ന് ഇപ്പോൾ സമയം 12:49. മറ്റേ ആൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കയറി ഒന്ന് ഫ്രഷായി, ഒന്ന് ദേഹം കഴുകിയിട്ട് ഇറങ്ങി, കാരണം വിയർത്ത് നാശമായിട്ടിരിക്കുമായിരുന്നല്ലോ. സോ ഇനി ഫുഡ് ടെസ്റ്റർ അവളാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് അവൾ തിന്നിട്ട് പറയണം. എനിക്ക് ആ റിയാക്ഷൻ വീഡിയോ വേണം, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സോ ഇനി നമുക്ക് അവളുടെ റിയാക്ഷനിലേക്ക് കിടക്കാം. വരൂ, കമോൺ എവരിബഡി. ഇനി ഇതുപോലെയുള്ള ചലഞ്ചുകൾ ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ തരാവുന്നതാണ്. ഓക്കെ, ഞാൻ 2 കൈയും സ്വീകരിക്കുന്നതാണ്. 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ്. ദൈവമേ, ഓർക്കപ്പിച്ചില്ലാന്ന് കേട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള എന്ത് ചലഞ്ചാണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെയല്ല, എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് ചലഞ്ചും ചെയ്യാൻ അക്സെപ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വാഴകളുണ്ട്, ഒരു വകയ്ക്കും കൊള്ളാത്ത കുറേ എണ്ണമുണ്ട്. വന്നിട്ട് പറയും തുണിയില്ലാതെ നിൽക്കാൻ പറയും. മെയിനായിട്ട് ഫസ്റ്റ് അതായിരിക്കും പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഇടകൂടങ്ങളും പണികളൊന്നും ഏറ്റെടുക്കുന്നതല്ല ഗൈസ്. കൊക്കിനെ കൊണ്ട് കൊത്താൻ പറ്റുന്ന മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, സോ വരും, നമുക്ക് റിയാക്ഷൻ കാണാം. ഗൈസ്, നമ്മൾ കാത്തിരുന്ന ഒരു സമയം എത്തിയിരിക്കുകയാണ്. ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അശ്വതിയാണ് ഇന്ന് ഫുഡ് ടെസ്റ്റ് ചെയ്ത് നമ്മളോട് അഭിപ്രായം പറയാൻ പോകുന്നത്. അശ്വതി പെട്ടെന്നാവട്ടെ, ആ ഫോൺ മാറ്റി വയ്ക്കൂ. എന്താ കുട്ടി, ഡയറ്റിലാണോ? ശരി, ആവശ്യമുള്ളത് എടുത്തിട്ട് പിന്നെ കഴിച്ചിട്ട് എടുത്താൽ മതി.
എൻ്റെ മാസ്മരിക മാസ്റ്റർ പീസ്. എടടേ ഒക്കെ പീസൊക്കെ എടുത്ത് തിന്നടേ. ഡെയിലി ചിക്കൻ തിന്നു മടുത്തോ? കുഴപ്പമില്ല, കഴിക്കൂ. നീ ഇതൊക്കെ നിന്റെ വേറെ ആരെല്ലാം വന്നെടുക്കുമോ? സ്പൂൺ എന്നാ, ഫോർക്ക് എന്നാ. അങ്ങനെ ഗൈസ്, എൻ്റെ പരീക്ഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അസ്വതി കൃഷ്ണന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ കോരിയെടുത്തോണ്ട് പോയത്. ഇതെനിക്ക് തിന്നുമ്പോൾ ഉള്ള റിയാക്ഷനാണ് എനിക്ക് കാണാനുള്ളത്. കോരുന്നതൊക്കെ ഓക്കെ, ശരി. അങ്ങനെ വിളമ്പൽ പ്രക്രിയ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കഴിക്കുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ. ദൈവമേ, കൊച്ചിനൊന്നും വരുത്തരുതേ ഈശ്വര, നാളെ ജോലിക്ക് പോകാനുള്ളതെന്ന്. നല്ല രസമുണ്ടെന്ന് പറ ഗൈസ്. ഇത് ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുന്നത്, പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതൊന്നുമല്ല. കുട്ടി കഴിച്ചിട്ട് ജെനുവിനായിട്ട് റിവ്യൂ പറയുന്നതാണ്. ഇനി നെക്സ്റ്റ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. എന്തായാലും ഞാൻ ഈ വെള്ളം ഒഴിച്ചതാണ് രണ്ടാമത്. ചപ്പാത്തിക്കല്ലേ ഗ്രേവി വേണ്ടതെന്ന് പറഞ്ഞ് വെള്ളമാക്കിയതാണ്. ശരിക്കും നല്ല കുറുവിയായിരുന്നു, ഞാൻ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചതാണ്. ചോറ് വെക്കാൻ വേണ്ടി ഞാൻ നോക്കി. കലത്തിനകത്ത് അരിയും വെള്ളവും കൂടെ അവിടെ ഇരിപ്പുണ്ട്. എനിക്കത് വെച്ചിട്ട് സെറ്റായില്ല, അങ്ങോട്ട് തിളയ്ക്കുന്നില്ലായിരുന്നു. അവസാനം ദേഷ്യം വന്ന് ഇറക്കി വെച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിശ്രമം അങ്ങ് ഉപേക്ഷിച്ച് അവിടെ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഇന്നത്തെ ചലഞ്ചിൽ ഞാൻ വിജയിച്ചു. ഇറ്റ്സ് എ ബിഗ് ഡീൽ. അങ്ങനെ അവൾ കഴിച്ച് വിജയിച്ചിരിക്കുകയാണ്. അപ്പം എനിക്കിനി ധൈര്യമായിട്ട് കഴിക്കാം. അപ്പം ഞാനും കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ കുക്ക് ചെയ്ത ഫുഡ് ഞാൻ കഴിക്കുന്നു. അതൊരു വല്ലാത്ത ഫീലേ. ചൂടോടെ ആയിരുന്നേ കുറച്ചുകൂടെ നന്നായിരുന്നു. തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രയും നേരമായിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒരു സംഭവം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സ്വന്തമായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇത്ര എക്സ്പ്രഷൻ ഇടുന്ന ആരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഇന്നത്തെ ഫുഡിൻ്റെ വിശേഷങ്ങൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതുവരെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എനിവേ, ഇത്രയും നേരം എൻ്റെ വെറുപ്പിക്കൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ശരി എന്നാൽ ഗുഡ് നൈറ്റ്, ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു. അടുത്ത വെറുപ്പിക്കലായിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺഡ് ഗൈസ്.